Hello students, welcome back to Concept Angle. Today we are going to solve some numericals of rolling motion in a fast track approach. Last class we rolling motion entire theory revise ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് rolling motionന്റെ the most frequently asked questions in NEET as well as JEE main ചെയ്യാൻ പോവാണ്. നമ്മൾ ഇത് വെറുതെ ചെയ്യല്ല. നിങ്ങൾക്ക് ഇതിന്റെ ബാനർ കാണുമ്പോൾ മനസ്സിലാവും. It's a fast track method. അതായത് റോളിംഗ് മോഷൻ ചെയ്യാൻ നമുക്ക് ചില ടിപ്സ് ഉപയോഗിക്കാം. ആ ടിപ്സ് ആദ്യമേ മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 1 question 1 minute അതാണ് സാധാരണ ടൈം അലോട്ട്മെൻറ്റ്. ബട്ട് ഇന്ന് നമ്മൾ അതിനേക്കാൾ സ്പീഡിലാണ് ചെയ്യാൻ പോകുന്നത്. അതിനേക്കാൾ സ്പീഡിൽ മീൻസ് സംടൈംസ് ഇറ്റ് വിൽ ടേക്ക് ലെസ് ദാൻ 20 or 30 seconds. ഒരു 30 സെക്കൻഡിന് താഴെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് 30 സെക്കൻഡ് താഴെ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദർ ആർ സർട്ടൺ ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി സോൾവ് ലെസ് ദാൻ 30 seconds, ഈവൻ ലെസ് ദാൻ 10 seconds. അതിന് ചില കാര്യങ്ങൾ പഠിക്കണം. അത് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻ ലെസ് ദാൻ 5 minutes. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ സെഷനിൽ പഠിക്കാം. അപ്പോൾ ലിസൺ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഒരു ബോഡി റോൾ ചെയ്യുമ്പോൾ അത് പൊസസ് ചെയ്യുന്ന എനർജിയാണ്, ദ എൻറ്റയർ മെക്കാനിക്കൽ എനർജി. നമുക്കറിയാം ഒരു ബോഡി റോൾ ചെയ്യുകയാണ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ മോഷൻ. മോഷനിലാകുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി. പക്ഷേ ഒരു ബോഡി റോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള കൈനറ്റിക് എനർജി ഉണ്ട്. ഒന്നെന്താണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, രണ്ടാമത് എന്താണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മളെല്ലാം പറഞ്ഞതാണ്. വിയും ആർ ഒമേഗയും ആർ ആൽഫയും എയും എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വീണ്ടും അത് പറയുന്നില്ല. ഒരു ബോഡി റോൾ ചെയ്യുന്നു. ആ ബോഡി റോൾ ചെയ്യുമ്പോൾ അതിന് it possesses two types of energy. First one is translational kinetic energy and second one is rotational kinetic energy. ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി നോക്കാം. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? ½ mv². പിന്നെ നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നോക്കാം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? ½ I². So translational kinetic energy is ½ mv². Rotational kinetic energy is ½ I⍵². ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് total kinetic energy, that is translational kinetic energy plus rotational kinetic energy. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു. ½ mv². അടുത്തത് എന്താണ്? ½ I⍵². ഇനി ഇവിടെ ശ്രദ്ധിക്കുക. I means moment of inertia. പല ബോഡിക്കും പല moment of inertia ആണ്. ജനറലി mk² എന്നാണ് എഴുതുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വേറൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. I is represented as x into mr². x into mr². ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ½ mv² plus ½ I is replaced as x into mr². അടുത്തത് ഒമേഗയാണ്. വി ആർ ഡീലിംഗ് വിത്ത് പ്യുവർ റോളിംഗ്. പ്യുവർ റോളിംഗ് മീൻസ് വി ഈക്വൽ ടു എന്താണ്? ആർ ഒമേഗയാണ്. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോൾ ഒമേഗ നമുക്ക് എങ്ങനെ എഴുതാം? വി ബൈ ആർ. ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് വി ബൈ ആർ. സോ ദിസ് ബിക്കംസ് v² ബൈ r². ഇനി സിമ്പിളാണ്. ഞാൻ ഈ r² ഈ r² കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ½ mv² പ്ലസ് ½ x mv². അപ്പോൾ കോമൺ ആരാ? ½ mv² കോമൺ ആണ്. അപ്പോൾ എന്താ വരുന്നത്? ½ mv² into 1 plus x. This is the total kinetic energy of a rolling body, irrespective of the shape of the body. റിംഗ് ആണെങ്കിൽ x/1, ഡിസ്ക് ആണെങ്കിൽ 1/2, സോളിഡ് സ്പിയർ ആണെങ്കിൽ 2/5, ഹോളോ സ്പിയർ ആണെങ്കിൽ 2/3. അപ്പോൾ മനസ്സിൽ ഓർമ്മ വയ്ക്കുക, the total kinetic energy should be represented as ½ mv² into 1 plus x. ക്ലിയർ? അപ്പോൾ നമുക്കിനി ഒരു കാര്യം കൂടെ പഠിക്കാം. റേഷ്യോസ് ഓഫ് കൈനറ്റിക് എനർജി. ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി divided by rotational kinetic energy. Translational kinetic energy divided by rotational kinetic energy. എന്താണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി? ½ m into v². എന്താണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി? ½
I omega square നെ മാറ്റി അതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എം വി സ്ക്വയർ എന്ന് എഴുതാം ഐ ഒമേഗ സ്ക്വയറിനെ മാറ്റി ഐക്ക് പകരം എക്സ് ഇൻറ്റു എം ആർ സ്ക്വയർ കൊടുത്തു പിന്നെ ഒമേഗയ്ക്ക് പകരം വി ബൈ ആർ കൊടുത്തു തൊട്ട് മുമ്പ് നമ്മൾ അത് തന്നെയാണ് ചെയ്തത് ഇങ്ങനെ എഴുതി ഇവിടെ നമുക്കറിയാം ഇത് കോമൺ ആയിട്ട് ഹാഫ് എം വി സ്ക്വയർ വെട്ടിപ്പോയി സോ മറന്നു പോകരുത് the ratios of translational kinetic energy divided by rotation of kinetic energy formula 1 by x. അപ്പോൾ റിങ്ങിനാണെങ്കിൽ what is the value of the ratio? റിങ്ങിനാണെങ്കിൽ 1 because റിങ്ങിന് x ന്റെ വാല്യൂ എത്രയാ 1. ഡിസ്കിനാണെങ്കിൽ റേഷ്യോ എത്രയാ 1/2. സ്പിയറിനാണെങ്കിൽ എത്രയാ 5/2 because x ന്റെ വാല്യൂ എത്രയാണ് 2/5. So 1/x becomes 5/2. Okay. Second one. Translational kinetic energy by total kinetic energy. Translational kinetic energy by total kinetic energy. വളരെ സിമ്പിൾ ആണ്. എന്താ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. എന്താ ടോട്ടൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ്. ദാ വീണ്ടും വെട്ടി. സോ ആൻസർ വീണ്ടും 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. മറന്നു പോകണ്ട. ട്രാൻസ്ലേഷൻ ബൈ റൊട്ടേഷൻ 1 by x. Translation kinetic energy by total kinetic energy 1 divided by 1 plus x. Okay? അപ്പോൾ ഇത്രയും ചെറിയ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് ഒരു ജെഇ മെയിൻ ലെവൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു നീറ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ സൂപ്പർസോണിക് സ്പീഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. സോളിഡ് സ്പിയർ റോളിംഗ് ഓൺ ഫ്രിക്ഷൻലെസ് സർഫസ് ഷോൺ ഇൻ ദ ഫിഗർ വിത്ത് ദ വെലോസിറ്റി v. If it is to climb the inclined surface, then v should be എന്നാണ് ചോദ്യം. അപ്പോൾ സംഭവം സോളിഡ് സ്പിയർ ആണ്. അത് ഉരുണ്ട് പോകുന്നു. ഉരുളുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ്. ആ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ഇത് ഉരുണ്ട് മോളിൽ കയറും. ആ കയറുന്ന ഹൈറ്റ് എത്രയാണ് എച്ച്. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മിനിമം വെലോസിറ്റി കണ്ടുപിടിക്കാം. അതിനേക്കാൾ കൂടുതലാണെങ്കിലും അത് മോളിൽ കയറും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക ദ ടോട്ടൽ റോളിംഗ് കൈനറ്റിക് എനർജി. And that kinetic energy should be equated with the potential energy when the sphere reaches on its plane surface. നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ആണ് ടോട്ടൽ കൈനറ്റിക് എനർജി. അത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവൻ ഇവിടെ വന്ന് നിൽക്കും. അവൻ അങ്ങോട്ട് പോകണമെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ എനർജി മതി. പക്ഷെ മിനിമം കണ്ടുപിടിക്കുക അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. ഇതാ ഇവിടെ മാസും ക്യാൻസലായി നേരെ മുകളിലേക്ക് പോയി. എക്സിൻ്റെ വാല്യൂ എന്താണ് സോളിഡ് സ്പിയറിൻ്റെ എക്സിൻ്റെ വാല്യൂ 2/5. അപ്പോൾ 1 പ്ലസ് 2/5 എത്രയാ 7/5. സോ ഇത് 7/5 ഇത് എത്രയാ 2. സോ ആൻസർ ഈസ് 7/10 വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര GH. ഇപ്പോൾ തന്നെ ഏകദേശം ആൻസർ മനസ്സിലാവും. ആൻസർ എ ആണെന്നുള്ളത്. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 GH/7. സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 GH/7. ദിസ് ഈസ് എ മിനിമം വെലോസിറ്റി. ഞാൻ കണ്ടുപിടിച്ചത് മിനിമം ആണ്. അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് മുകളിൽ കയറും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. കഴിഞ്ഞു. 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. സോ ബേസിക് ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ദാറ്റ് ഷുഡ് ബി ഇക്വേറ്റഡ് വിത്ത് MGH. മറക്കണ്ട എക്സിൻ്റെ വാല്യൂ 2/5. സോ ആൻസർ ഈസ് സോൾവ്. സോ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിസ്ക് ആണ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പോൾ V = RMA ഉപയോഗിക്കാം. On a straight surface, ratio of translational kinetic energy to total kinetic energy. Translational kinetic energy to total kinetic energy. This is എന്താണ് ഉത്തരം 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. എക്സ് നോക്കിയാൽ മതി. ഡിസ്കിൻ്റെ വാല്യൂ എക്സ് എത്രയാ 1/2. സോ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/2. സോ ആൻസർ 1 ഡിവൈഡഡ് ബൈ 3/2 റെസിപ്രോക്കൽ. ആൻസർ ഈസ് 2/3. So answer is 2/3 less than 30 seconds. അപ്പോൾ question number 3. If a solid sphere of mass 1 kg radius 0.1 meter rolls without slipping with a uniform velocity 1 meter per second on a horizontal floor, the kinetic energy. സിമ്പിൾ ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? റോൾ ചെയ്യാണ് ബോഡി. സോ ഫോർമുല എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ്. സ്പിയർ ഏതാ? സോളിഡ്. എക്സിൻ്റെ വാല്യൂ എത്രയാ 2/5. സോ 1 പ്ലസ് എക്സ് എത്രയാ 1 പ്ലസ് 2/5. സോ ആൻസർ എത്ര 7/5. ഈ 7/5 2 എത്രയായി 7/10 ഇൻറ്റു മാസിൻ്റെ വാല്യൂ നോക്കുക 1
into velocity value 1. So answer is 7/10 joule. കഴിഞ്ഞു. 0.1 meter radius ഒക്കെ വെറുതെ തന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3യും കഴിഞ്ഞു. So question number 4. Which of the following is true about angular momentum of a cylinder down the slope without slipping? ഒരു സിലിണ്ടർ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഉരുണ്ട് താഴെ വരുന്നു. അങ്ങനെ ഉരുണ്ട് താഴോട്ട് വരുമ്പോഴുള്ള അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ പ്രോപ്പർട്ടി അതിനെപ്പറ്റി റിലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് ആംഗുലാർ മൊമെൻറ്റം ഫോർമുല MVR, I ഒമേഗ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രോബ്ലം ഫോർമുല ഉപയോഗിക്കാതെ ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഫോർമുല ഉപയോഗിക്കാൻ നിന്നാൽ കുറച്ചുകൂടെ സമയം പോകും. ഫോർമുല ഉപയോഗിക്കേണ്ട. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും ബട്ട് ഡയറക്ഷൻ റിമെയിൻസ് സെയിം. ഡയറക്ഷൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നു ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ച്. തേർഡ് ഓപ്ഷൻ ഓൺലി ദ ഡയറക്ഷൻ ചേഞ്ച്. അടുത്തത് എന്താണ്? നെയ്തർ ചേഞ്ച്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത് ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷനാണ്. ഇത് റോൾ ചെയ്ത് താഴോട്ടല്ലേ പോകുന്നത്. ഈ റൊട്ടേഷനിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും മാറുന്നില്ലല്ലോ. ഒരു ബോഡി ഇങ്ങനെ ഉരുണ്ട് താഴെ വരുമ്പോൾ അത് ഇതേ ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ആംഗുലാർ മൊമെൻറ്റം തീരുമാനിക്കുന്നത്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ അവിടെ യാതൊരു ചേഞ്ചുമില്ല. സോ ദ ഡയറക്ഷൻ ഓഫ് ദ ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് സെയിം. ഇനി 2, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് തീരുമാനിക്കുന്നത് സ്പീഡാണ്. ഒരു ബോഡി ഉരുണ്ട് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ സ്പീഡ് ഉറപ്പായിട്ട് കൂടും. എന്ന് വെച്ചാൽ സ്പീഡിന് ചേഞ്ച് ഉണ്ട്, ഡയറക്ഷന് ചേഞ്ച് ഇല്ല. സ്പീഡിന് ചേഞ്ച് ഉണ്ടെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിനും ചേഞ്ച് ഉണ്ട്. സോ ദ ആൻസർ ഈസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് ബട്ട് ദ ഡയറക്ഷൻ റിമെയിൻസ് സെയിം. ഫോർമുല വേണ്ട. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വെക്റ്റർ പ്രോപ്പർട്ടിയാണ്. അതിന് ഡയറക്ഷൻ തീരുമാനിക്കുന്ന ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല ബിക്കോസ് സെൻസ് ഓഫ് റൊട്ടേഷൻ ഇവിടെ മാറുന്നില്ല. 2, മാഗ്നിറ്റ്യൂഡ് തീരുമാനിക്കുന്ന സ്പീഡാണ്. സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ A. So question number 5. A wheel is rolling straight on a ground without slipping. Wheel roll ചെയ്യുന്നു without slipping. അപ്പോൾ V equal to R omega. Axis of the wheel has speed V. Axis of the wheel has speed V. The instantaneous velocity of the point P on the rim at an angle theta related to the ground. അതായത് നമ്മൾ ഇന്നലെ റോളിംഗ് മോഷൻ പറഞ്ഞപ്പോൾ ABCD 4 പോയിന്റ്സ് എടുത്തിരുന്നു. അതിലൊക്കെ ഓരോ സ്ഥലത്തും നമ്മൾ എങ്ങനെയാണ് വെലോസിറ്റി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത്. ദാ ആക്സിസ് ഓഫ് ദ വീൽ ഹാസ് സ്പീഡ് V. ദാറ്റ് മീൻസ് സെൻറ്റർ ഓഫ് മാസ് ഹാസ് എ സ്പീഡ് V. ഇതിങ്ങനെ കറങ്ങുകയാണ്. സോ ഇതിങ്ങനെ കറങ്ങി പോകുന്നു. സോ ദ സെൻറ്റർ ഓഫ് മാസ് ഹാസ് സ്പീഡ് V. സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ആക്സിൻ്റെ സ്പീഡ് V ആണെങ്കിൽ ഈ വീലിൻ്റെ റിമ്മിലുള്ള എല്ലാ പോയിന്റുകൾക്കും അതേ ഡയറക്ഷനും അതേ മാഗ്നിറ്റ്യൂഡും ആയിരിക്കും. സോ ഇതല്ലേ പോയിന്റ് P. സോ പോയിന്റ് Pയിൽ V. ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ്. ഇനി ഇതിനൊരു ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ട്. Pക്കൊരു ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ട്. ആ ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? R ഒമേഗ. ആ ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ ഫോർമുല R ഒമേഗ. പക്ഷേ സ്ലിപ്പിംഗ് ഇല്ലല്ലോ. അപ്പോൾ V ഈക്വൽ ടു എന്ത് തന്നെയാണ്? R ഒമേഗ. സോ V ഈസ് ഈക്വൽ ടു R ഒമേഗ. ഇനി ഈ പോയിന്റ് Pനെ ഞാൻ എന്താ ഇങ്ങനെ എടുത്തു. ദിസ് ഈസ് പോയിന്റ് P. ഇതാരാ? V. ഇതും ആരാ? V. ഇനി നോക്ക്, ഈ ആംഗിൾ എന്താ? തീറ്റ. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ. കാര്യം 2 ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അവരുടെ നോർമൽസ് ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റയാണ്. ഈ ലൈനും ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഈ ലൈനിൻ്റെ നോർമലാണ് ഇത്. ഈ ലൈനിൻ്റെ നോർമലാണ് ഇത്. സോ ആംഗിൾ ഈസ് തീറ്റ. അപ്പോൾ സിമ്പിളായി ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചാൽ പോരെ. എന്താ ഫോർമുല? root of a square plus b square plus 2ab cos theta. So v square plus 2v square cos theta. So ഇവിടെ നിന്ന് 2v square plus 2v square, ഞാൻ 2v square എടുത്തു. ബാക്കി എന്ത് വന്നു? 1 plus cos theta. 1 plus cos theta. So this is 2v square into what is 1 plus cos theta? What is 1 plus cos theta? It is 2 cos square theta by 2. 2 cos square theta by 2. ഇനി ശ്രദ്ധിക്കുക, 2 ഉം 4 4v square അതിൻ്റെ റൂട്ട്
2v. So answer il endu varanam 2v varanam. So answer il 2v. Appo thanne answer aayi baki cos theta by 2. So answer is option B. Question number 6. A solid sphere rolls down two different inclined planes of same height but of different inclination. Same height ആണ് പക്ഷെ different inclination. In both cases, the 4 options ഉണ്ട്. Speed and time of descent will be same. Speed will be same but time of descent will be different. Speed will be different but time will be same. Speed and time both are different. അതായത് ഒരു സോളിഡ് സ്പിയർ രണ്ട് ഡിഫറെൻറ്റ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിന്ന് റോൾ ചെയ്ത് താഴെ ഇറങ്ങുന്നു. ഈ രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെയും ഹൈറ്റ് സെയിം ആണ് പക്ഷേ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഡിഫറൻ്റ് ആണ്. ചോദിച്ചിരിക്കുന്നത് താഴെ എത്തുമ്പോഴുള്ള സ്പീഡും അത് താഴെ എത്താനുള്ള സമയവും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സ്പീഡ് നോക്കാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് 2gh ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. ഒരേ സോളിഡ് സ്പിയർ. സോ എക്സ് എന്താണ്? സെയിം. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ സെയിം. ഹൈറ്റും എന്താണ്? സെയിം. ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇൻക്ലിനേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, ഹൈറ്റ് സെയിം ആണ്, പക്ഷേ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഡിഫറൻ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. പക്ഷേ ആ തീറ്റ എന്ന് പറയുന്നൊരു ഫാക്ടർ വെലോസിറ്റിക്ക് ഒരു പ്രശ്നമല്ല. വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ആൾക്കാരെ മാത്രമേ ഉള്ളൂ, എച്ചിനെയും എക്സിനെയും. അത് ഈ ക്വസ്റ്റ്യനിൽ രണ്ടും സെയിം ആണ്. സോ വെലോസിറ്റി ഈസ് സെയിം. സോ വെലോസിറ്റി ഈസ് സെയിം. അടുത്തത് ടൈം ഓഫ് ഡിസെൻറ്റ്. ടൈം ഓഫ് ഡിസെൻറ്റിൻ്റെ ഫോർമുല എന്താ? 1 ബൈ സൈൻ തീറ്റ 1 ബൈ സൈൻ തീറ്റ റൂട്ട് ഓഫ് 2h ബൈ ജി ഇൻറ്റു 1 പ്ലസ് എക്സ്. 1 ബൈ സൈൻ തീറ്റ റൂട്ട് ഓഫ് 2h ബൈ ജി ഇൻറ്റു 1 പ്ലസ് എക്സ്. ഇവിടെ എച്ച് എന്താണ്? സെയിം. എക്സും എന്താണ്? സെയിം. പക്ഷേ ഒരു എക്സ്ട്രാ ടേം ഇവിടെ കയറി വരുന്നുണ്ട്. എന്താണ്? തീറ്റ. എന്ന് വെച്ചാൽ ടൈം ഡിപ്പെൻസ് ഓൺ സൈൻ ഓഫ് ആംഗിൾ അല്ലെങ്കിൽ ടൈം ഡിപ്പെൻസ് ഓൺ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഇവിടെ രണ്ട് കേസിലും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഡിഫറൻ്റ് ആണ്. സോ ടൈം ഓഫ് ഡിസെൻറ്റ് വിൽ ബി ഡിഫറൻറ്റ്. സോ ടൈം വിൽ ബി ഡിഫറൻറ്റ്. അപ്പോൾ സ്പീഡ് സെയിം, ടൈം ഡിഫറൻറ്റ്. സോ സ്പീഡ് വിൽ ബി സെയിം ബട്ട് ടൈം ഓഫ് ഡിസെൻറ്റ് വിൽ ബി ഡിഫറൻറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. Question number 7. Solid sphere, spherical shell, both having same radius and mass, rolls down from rest without slipping on an inclined plane from same height. Time taken to reach both of the inclined plane is. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഉരുണ്ട് വരുമ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യണം ആര് ആണ് ആദ്യം എത്തുന്നതെന്ന്, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ സമയം എടുക്കുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ടൈം ടേക്കൺ ടു റീച്ച് ദ ബോട്ടം ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ നമുക്കറിയാം എന്താ ടൈമിൻ്റെ ഫോർമുല? ടി ഇസ് ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ റൂട്ട് ഓഫ് 2h ബൈ ജി ഇൻറ്റു 1 പ്ലസ് എക്സ്. സെയിം ഇൻക്ലൈൻഡ് പ്ലെയിൻ, തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, എച്ച് ജിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടൈം പ്രപ്പോർഷണൽ ടു എന്താണ്? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ്. അല്ലെങ്കിൽ ടൈം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാം. അപ്പോൾ നോക്കുക, എക്സ് കൂടുന്ന ആൾക്കാർക്കും ടൈം കൂടുന്നു. എക്സ് ആർക്കാണോ കൂടുന്നത് അയാൾക്ക് ടൈം കൂടും. ഇതാരാ? സോളിഡ് സ്പിയർ. സോളിഡ് സ്പിയറിന് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2/5. Spherical shell. So x equal to 2/5 for solid sphere. അടുത്തത് x is equal to 2/3 for spherical shell. So x is equal to 2/3 for spherical shell. X is equal to 2/5 for solid sphere. അപ്പോൾ 2/5 2/3 ആരാ വലുത്? 2/3 ആണ് വലുത്. അപ്പോൾ x is greater for spherical shell. X is greater for spherical shell. അപ്പോൾ ടൈം കൂടുതൽ ആർക്കായിരിക്കും? സ്പെറിക്കൽ ഷെല്ലിന്. അപ്പോൾ കൂടുതൽ സമയം എടുത്ത് താഴെ വരുന്ന ആൾ ആരാണ്? സ്പെറിക്കൽ ഷെൽ. സോ ദിസ് ഈസ് മോർ ഫോർ സ്പെറിക്കൽ ഷെൽ. ആൻസർ ഈസ് ഓപ്ഷൻ എ. Question number 8. Small object of uniform density rolls up a curved surface. മുകളിലേക്ക് കയറുകയാണ്.
with the velocity, initial velocity v ആണ്. It reaches up to a maximum height, ഒരു particular height വരെ എത്തി, of 3v² by 4g. അപ്പോൾ ഹൈറ്റിന് അവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് 3v² by 4g ആണ് വിത്ത് റെസ്പെക്ട് ടു ഇനിഷ്യൽ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് റോൾ ചെയ്ത് പോകുന്നു. ഇനിഷ്യലി അതിൻ്റെ വെലോസിറ്റി v ആണെന്നും പറയുന്നുണ്ട്. അതൊരു മാക്സിമം ഹൈറ്റിൽ എത്തി. ആ ഹൈറ്റിനെ അവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് 3v² by 4g. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് ഏതാണെന്നാണ്. താഴെ ഇരിക്കുമ്പോൾ താഴെ ഇരുന്ന് മുകളിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ താഴെ ഒന്ന് റോള് ചെയ്ത് മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് ഏത് എനർജിയാണുള്ളത്? ടോട്ടൽ റോളിംഗ് കൈനറ്റിക് എനർജി. അത് കുറഞ്ഞ് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ അതൊരു പൊട്ടൻഷ്യൽ എനർജിയായി മാറും. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് എടുത്താൽ നോക്കാം. ഹാഫ് mv² into 1 plus x is equal to mgh. Half mv² into 1 plus x equal to mgh. ഈ മാസ് കട്ടായി. v² into 1 plus x by 2 equal to g into h. h ഇവിടെ തന്നിട്ടുണ്ട്. 3v² by 4g. അപ്പോൾ g ക്യാൻസലായി, v² ക്യാൻസലായി. ബാക്കി ഞാൻ ഇവിടെ എഴുതുകയാണ്, നോക്കുക. 1 plus x by 2 is equal to 3 by 4. 1 plus x by 2 is equal to 3 by 4, which is 1 plus x is equal to 3 by 2, which means 2 plus 2x is equal to 3, which means 2x is equal to 1 or x is equal to 1 by 2. X is equal to 1 by 2 for disk. So this is the answer, option A. Question number 9. A body rolls down inclined plane. If its kinetic energy of rotational motion, അതായത് rotational kinetic energy is 40% of the kinetic energy of translation. അതായത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെ 40%, 40%. അങ്ങനെയാണെങ്കിൽ ബോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി നോക്കിയേ. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ? ഹാഫ് mv². റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ? ഹാഫ് mv² ഇൻറ്റു എക്സ് ആണ്, അല്ലെങ്കിൽ എക്സ് ഇൻറ്റു ഹാഫ് mv². ഇതാണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് 40% ഓഫ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് mv² x by 2. This is 40%, which means 40 by 100 into half mv². ഇത്രേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഹാഫ് mv² എന്നറിയാം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് i⍵² ആണ്. ഐക്ക് പകരം നമ്മൾ എന്താ കൊടുത്തത്? എക്സ് ഇൻറ്റു mr². ഒമേഗയ്ക്ക് പകരം v/r. അങ്ങനെ നമ്മൾ നേരത്തെ ഇത് എഴുതി വെച്ചതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് mv² ഇൻറ്റു എക്സ്. അപ്പോൾ ഇതാണ്. ഇനി ഇതൊക്കെ ക്യാൻസൽ ചെയ്താൽ മതി. mv² ക്യാൻസലായി, 2ഉം ക്യാൻസലായി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4 ക്യാൻസലായി. എക്സ് ഈക്വൽ ടു എത്രയാ? 4/10. വാട്ട് ഈസ് 4/10? 2/5. 2/5 ആർക്കാണ്? Solid sphere. So answer is option A. So our last question. ഇതൊരു അസേർഷൻ റീസൺ ആണ്. എയിംസിനൊക്കെ അസേർഷൻ റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് നീറ്റാണ്, നിങ്ങൾക്കറിയാം. എങ്കിലും വി ക്യാൻ എക്സ്പെക്ട് 2 or 3 അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. കാര്യം ഈ വർഷത്തെ JEE മെയിൻ ക്വസ്റ്റ്യനിൽ അസേർഷൻ റീസൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അസേർഷൻ റീസൺ നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളാണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. നമുക്ക് നല്ല കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ ബോഡി at the bottom of inclined plane of a given height h is more when it slides down compared when it rolls down. അതായത് ഒരു ബോഡിയുടെ വെലോസിറ്റി സ്ലൈഡ് ചെയ്യുമ്പോൾ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ദ സെയിം ബോഡി വെൻ ഇറ്റ് റോൾസ് ഡൗൺ. അതായത് റോൾ ചെയ്ത് താഴെ വീഴുന്നു അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് താഴെ വീഴുന്നു. കൂടുതൽ വെലോസിറ്റി
അവൻ ഗെയിൻ ചെയ്യുന്നത് സ്ലൈഡ് ചെയ്യുമ്പോൾ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അതാണ് അസേർഷൻ പറയുന്നത്. അസേർഷൻ പറയുന്നത് എന്താണ്? The velocity of the body at the end of the inclined plane while sliding is more when it is compared to rolling motion. അപ്പോൾ റോള് ചെയ്ത് വീഴുന്നതിനേക്കാൾ കൂടുതൽ വെലോസിറ്റി സ്ലൈഡ് ചെയ്ത് വീഴുമ്പോൾ അറ്റൈൻ ചെയ്യും എന്നാണ് അസേർഷൻ. അപ്പോൾ ആദ്യം നമുക്ക് അസേർഷനെ പറ്റി പഠിക്കാം. നമുക്കറിയാം, ഒരു ബോഡി മുകളിൽ ഇരിക്കുന്നു, ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിലിരിക്കുന്നു, അത് റെസ്റ്റിലാണ്. അപ്പോൾ ഏത് എനർജിയാണ് അതിൻ്റെ കയ്യിലുള്ളത്? പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത്. അത് താഴോട്ട് വരുന്നതിനനുസരിച്ച് അവൻ്റെ കൈനറ്റിക് എനർജി കൂടി വരും. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞാണ് കൈനറ്റിക് എനർജിയിലേക്ക് വരുന്നത്. അപ്പോൾ സ്ലൈഡ് ചെയ്യുമ്പോൾ ബോഡിക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. സ്ലൈഡ് ചെയ്യുമ്പോൾ ബോഡിക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. റോള് ചെയ്യുമ്പോൾ ബോഡിക്ക് എന്തൊക്കെയുണ്ട്? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. റോൾ ചെയ്യുമ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് സ്ലൈഡിങ് ബോഡിക്ക് ആകെ മുകളിലുള്ളത് ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു എന്ത്? കൈനറ്റിക് എനർജി. ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. വിച്ച് കൈനറ്റിക് എനർജി? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. പക്ഷേ ഒരു ബോഡി റോള് ചെയ്യുന്ന കണ്ടീഷനാണെങ്കിൽ മുകളിലിരിക്കുന്ന ബോഡിക്ക് അതേ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണുള്ളത്. പക്ഷെ അവൻ താഴെ വരുമ്പോൾ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ബോത്ത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. അതായത് ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഷെയർഡ് ബിറ്റ്വീൻ റൊട്ടേഷണൽ മോഷൻ ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ. പക്ഷേ സ്ലൈഡിങ്ങിലോ എൻ്റയർ ലോസ് കംപ്ലീറ്റ് ആയിട്ട് ഗെയിൻ ചെയ്തെടുക്കുന്നത് ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ആ മുഴുവൻ ലോസും ട്രാൻസ്ലേഷൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. എവിടെ? സ്ലൈഡിങ്ങിൽ. അപ്പോൾ കൂടുതൽ കൺവേർഷൻ, അതായത് പൊട്ടൻഷ്യൽ എനർജി ഈസ് എൻറ്റയർലി കൺവേർട്ടഡ് ടു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഹാവിങ് എ ഹൈ വെലോസിറ്റി. പക്ഷേ റോളിങ്ങിലും എൻറ്റയർ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജിയാണ്. പക്ഷേ എത്ര കൈനറ്റിക് എനർജി ഉണ്ട്? റൊട്ടേഷനിലും ഉണ്ട്, ട്രാൻസ്ലേഷനിലും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ മുഴുവൻ എന്തിനു വേണ്ടി കിട്ടി? ട്രാൻസ്ലേഷൻ. രണ്ടാമത്തെ കേസിൽ കുറച്ച് മാത്രം ട്രാൻസ്ലേഷനിൽ, ബാക്കി കുറച്ച് റൊട്ടേഷൻ. അപ്പോൾ കൂടുതൽ കൈനറ്റിക് എനർജിക്ക് കൂടുതൽ കൈനറ്റിക് എനർജി ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയത് ഏത് കേസിലാണ്? സ്ലൈഡ് ചെയ്യുന്ന കേസിലാണ്. അപ്പോൾ കൂടുതൽ വെലോസിറ്റി ഗെയിൻ ചെയ്യുന്നതും ഏത് കേസിലായിരിക്കും? സ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡ് ചെയ്യുമ്പോൾ ദ എൻറ്റയർ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. പക്ഷെ റോൾ ചെയ്യുമ്പോൾ ദ എൻറ്റയർ പൊട്ടൻഷ്യൽ എനർജി ഈസ് സ്പ്ലിറ്റഡ് ഇൻ ടു ഓർ ഡിവൈഡഡ് എമംഗ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആസ് വെൽ ആസ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ കൂടുതൽ വെലോസിറ്റി ഗെയിൻ ചെയ്തത് ആരാണ്? സ്ലൈഡിങ് മോഷനിലാണ്. ഇവർ പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ അസേർഷൻ ഈസ് ട്രൂ. സോ അസേർഷൻ ഈസ് ട്രൂ. റീസൺ: in rolling down a body acquires both kinetic energy of translation and rotation. റോൾ ചെയ്യുമ്പോൾ ബോഡിക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും കിട്ടും, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും കിട്ടും. ദ റീസൺ ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷൻ അല്ല. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അസേർഷൻ ശരിയാണ്, ഞാൻ പറഞ്ഞു. റീസണും ശരിയാണ്. പക്ഷേ ഈ റീസൺ ഈ അസേർഷൻ്റെ എക്സ്പ്ലനേഷൻ അല്ല. റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ പാർട്ട് ഓഫ്, അതായത് ദ എൻറ്റയർ പൊട്ടൻഷ്യൽ എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു ട്രാൻസ്ലേഷൻ ഇൻ കേസ് ഓഫ് സ്ലൈഡിങ്. ഇൻ കേസ് ഓഫ് റോളിംഗ് the entire potential energy is converted to translational kinetic energy as well as rotational kinetic energy. There is division among energy. അപ്പോൾ ഇതിൻ്റെ ആൻസറിനകത്ത് നമുക്ക് ഇങ്ങനെ പറയാം: assertion is true. Reason is also true. But reason not the correct explanation. Reason not the correct explanation. അപ്പോൾ റോളിംഗ് മോഷനിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ റാപ്പിഡായിട്ട് ചെയ്തു. ഇനിയും ഇതേപോലുള്ള പല സെക്ഷൻസും നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഉപയോഗിച്ച് വരും. വീണ്ടും നമ്മൾ ഇതേപോലെ പ്രോബ്ലംസ് വളരെ റാപ്പിഡായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ നല്ലപോലെ പഠിക്കുക, വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേൾക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. വി വിൽ സീ യു സൂൺ. താങ്ക് യു. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലുള്ള കുറേ ട്രിക്സുകൾ ഉപയോഗിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓരോരോ ചാപ്റ്ററിൽ കുറേ സെക്ഷൻസ് ഉണ്ട്. നമ്മളതെല്ലാം
നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. സബ്സ്ക്രൈബ് അവർ ചാനൽ, get the notifications and updates as soon as possible. Stay tuned and stay safe.